ഇറാൻ ചില നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തേക്ക് വരുന്ന വാർത്ത, ഹമാസിന്റെ നേതാക്കൾ ടെഹ്റാനിലെത്തി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരങ്ങളാണ്. ഇതോടുകൂടി ഇസ്രയേലും അമേരിക്കയും ശക്തമായി ഇറങ്ങിയിരിക്കുകയാണ്. അമേരിക്കൻ ചാരസംഘടന ടെഹ്റാന് മുകളിൽ പറക്കുകയാണ്. എന്താണ് ഇറാനും ഹമാസും കണക്ക് കൂട്ടുന്നത്? പുതിയ എന്തെങ്കിലും പദ്ധതിയിലേക്ക് കടക്കുകയാണോ? അതോ ഒരാക്രമണം തുടങ്ങിവെക്കാനുള്ള നീക്കമാണോ? അതുമല്ലെങ്കിൽ ഹമാസിന്റെ തലവനെ പ്രഖ്യാപിക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണോ? പക്ഷേ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് അമേരിക്കയും ഇസ്രയേലും കണക്ക് കൂട്ടുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഗാസയിലെ ജനങ്ങളെ ജോർദാനിലേക്ക് മാറ്റണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. തൊട്ടുപിന്നാലെ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത്, സൗദിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, ഗാസക്കാരെ അവിടേക്ക് കൊണ്ടുപോകണമെന്ന്. ഈ ചർച്ചകൾ ചൂട് പിടിച്ചു നിൽക്കുമ്പോൾ, അതായത് അറബ് രാജ്യങ്ങളുടെ തലയിൽ തീയിട്ടാണ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ഇതിൽ വലിയ രീതിയിൽ അറബ് രാജ്യങ്ങൾ ഇടഞ്ഞു നിൽക്കുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഹമാസ് നേതാക്കൾ ഇറാനിലെത്തിയിരിക്കുന്നത്. ഇവിടെയാണ് മറ്റൊരു സാധ്യത കൂടി, അല്ലെങ്കിൽ മറ്റൊരു സംശയം കൂടി ഉടലെടുക്കുന്നത്. അറബ് രാജ്യങ്ങളെല്ലാവരും ഇപ്പോൾ ദോഹയിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഗാസ വിഷയത്തിലാണ് ചർച്ച സജീവമാകാൻ പോകുന്നത്. ഖത്തറും ഒരു ഭയപ്പാടിൽ നിൽക്കുകയാണ്. അമേരിക്ക തങ്ങൾക്ക് നേരെ തിരിയുമോ എന്നുള്ള ഒരു ഭീതി. ഇങ്ങനെ പശ്ചിമേഷ്യ വിഷയത്തിൽ അറബ് രാജ്യങ്ങൾ പൊള്ളി നിൽക്കുമ്പോഴാണ് ഏറ്റവും നിർണായകമായ നീക്കത്തിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നത്. ഹമാസിന്റെ നേതാക്കളെ ടെഹ്റാനിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു ആയത്തുള്ള അലി ഖമനേയി. എന്തായിരുന്നു കൂടിക്കാഴ്ച എന്നുള്ളത് ചികഞ്ഞെടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മൊസാദും. ഇനി ഇസ്രയേലിന് നേരെ ഒരു ആക്രമണം അതുണ്ടാകാൻ പാടില്ല. അതിന് തയ്യാറെടുക്കുന്ന ഇറാന്റെ ഏത് ശക്തിയാണെങ്കിലും അതിന്റെ ചിറകരിയണം എന്ന കട്ടായം പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് നേതാക്കൾ ടെഹ്റാനിൽ എത്തിയതോടെ ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ CIA ചാരന്മാർ ടെഹ്റാനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഹമാസ് നേതാക്കളായ ഖലീൽ അൽ ഹയ്യ, മുഹമ്മദ് ദാർവിഷ്, നിസാർ അവദുള്ള എന്നിവരാണ് ഖമനേയിയെ കണ്ടത്. ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും നിലവിലെ സാഹചര്യങ്ങളും മുന്നേറ്റങ്ങളെയും കുറിച്ചുള്ള റിപ്പോർട്ട് ഹമാസ് നേതാക്കൾ ഖമനേയിക്ക് മുന്നിൽ സമർപ്പിച്ചുവെന്നാണ് വിവരങ്ങൾ. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ വാർഷികത്തിൽ ആശംസ അറിയിക്കാനാണ് ഹമാസ് നേതാക്കൾ ടെഹ്റാനിൽ എത്തിയത് എന്നാണ് ഇറാന്റെ ഔദ്യോഗിക ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് ഇസ്രയേലും അമേരിക്കയും വിശ്വസിച്ചിട്ടില്ല. അഭിമാനത്തോടെയാണ് സന്ദർശനത്തിനെത്തിയിരിക്കുന്നത് എന്ന് ഖലീൽ അൽ ഹയ്യ ഖമനേയിയോട് പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ സയനിസ്റ്റ് ഭരണകൂടത്തെ തോൽപ്പിച്ചു. സത്യത്തിൽ അത് അമേരിക്കയുടെ തോൽവിയാണ്. ഒരു ലക്ഷ്യവും നേടാൻ നിങ്ങൾ അവരെ അനുവദിച്ചില്ല എന്ന് ഖമനേയി ഹമാസ് നേതാക്കളോട് പറഞ്ഞു. പലസ്തീനികളെ ഒഴിപ്പിച്ച് ഗാസ പിടിച്ചെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ടെഹ്റാനിലെ ഈ നിർണായക കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. ടെഹ്റാനിലെ ഈ കൂടിക്കാഴ്ചയോടെ മറ്റു ചില നീക്കങ്ങളിലേക്ക് ഇറാൻ കടക്കുന്നുവോ എന്നുള്ള സംശയം ഉടലെടുക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ്, ഹിസ്ബുള്ളയുടെ നട്ടെല്ല് തകർന്നു കിടക്കുകയാണ്. ലബനനിൽ പൂർണ്ണമായും തകർന്നടിഞ്ഞു കഴിഞ്ഞു ആ ഭീകര സംഘം. എന്നാൽ ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഏറ്റവും വലിയ ശക്തി കൂടിയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയെ പുനരുജ്ജീവിപ്പിക്കേണ്ടത് ആയത്തുള്ള അലി ഖമനേയിയുടെ ആവശ്യമാണ്. ഹിസ്ബുള്ളയെ വീണ്ടും പടുത്തുയർത്താനുള്ള നീക്കങ്ങളിലേക്ക് ഹമാസ് കടക്കണം എന്നുള്ള ചില നിർദ്ദേശങ്ങൾ ആയത്തുള്ള അലി ഖമനേയി പങ്കുവച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്.